T20 ഹിസ്റ്ററിയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ചസ് ആയ സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ മത്സരം കഴിഞ്ഞ് ഇനി ഈ T20 വേൾഡ് കപ്പിൽ ഒരു അട്ടിമറിയുടെയും കൂടി കുറവുണ്ട് എന്ന് ആലോചിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ നെതർലൻഡ്സ് മത്സരത്തിൽ ഒരു അട്ടിമറിയുടെ സാധ്യത ഉണ്ടായി, നടന്നില്ല. ഇംഗ്ലണ്ട് നേപ്പാൾ മത്സരത്തിൽ ഒരു അട്ടിമറിയുടെ സാധ്യത ഉണ്ടായി, നടന്നില്ല. പക്ഷെ ഫൈനലി സിംബാബ്വെ ദി മൈറ്റി ഓസീസിനെ തോപ്പിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടൊന്നുമല്ല സിംബാബ്വെ ഓസ്ട്രേലിയയെ ഒരു വേൾഡ് കപ്പ് മത്സരത്തിൽ തോപ്പിക്കുന്നത്. 1983 ODI വേൾഡ് കപ്പിൽ സിംബാബ്വെ ഓസ്ട്രേലിയയെ തോപ്പിച്ചിരുന്നു. 2007 T20 വേൾഡ് കപ്പിലും സിംബാബ്വെ ഓസ്ട്രേലിയയെ തോപ്പിച്ചിരുന്നു. ഈ 2 വർഷവും കപ്പടിച്ച ഏത് ടീമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് ജിങ്സ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നില്ല. നമുക്ക് മാച്ചിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ടോസ് കിട്ടിയ ഓസ്ട്രേലിയ സിംബാബ്വെ ബാറ്റ് ചെയ്യാനായിരിക്കുന്നു. അവിടെ നമുക്ക് കാണാൻ കിട്ടിയത് ഒരു കറക്റ്റ് ഗെയിം പ്ലാനിന്റെ എക്സിക്യൂഷൻ ആണ്. സിംബാബ്വെക്ക് കറക്റ്റ് ഐഡിയ ഉണ്ടായി സ്ലോ ആയിട്ടുള്ള ഈ സർഫസിൽ എന്ത് ടാർഗറ്റ് ഓസ്ട്രേലിയക്ക് സെറ്റ് ചെയ്യണമെന്നുള്ളത്. അത് നമുക്ക് അവരുടെ ഓപ്പണേഴ്സിന്റെ രീതി കണ്ടാൽ തന്നെ മനസ്സിലാവുമായിരുന്നു. ബെന്നറ്റ് വന്നു, ആങ്കർ ഡ്രോപ്പ് ചെയ്തു, ഞാൻ ഇനി 20 ഓവറും കളിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു ഒരു സൈഡിൽ അവിടെ നിന്നു. മറുമാണി വന്ന് കുറച്ചൊക്കെ അഗ്രസീവായിട്ട് കളിച്ചു. 6 ഓവർ കഴിഞ്ഞപ്പോഴത്തേക്കും 47-0 എന്നുള്ള ഒരു സ്കോറിലായിരുന്നു സിംബാബ്വെ. ഇവിടുന്ന് വേറെ ഏത് ടീമാണെങ്കിലും ചിന്തിക്കും, നമ്മുടെ വിക്കറ്റ് ഒന്നും പോയിട്ടില്ല, 10 വിക്കറ്റ് കയ്യിലുണ്ട്, ഇനി എല്ലാ ബോളും നമുക്ക് അഗ്രസീവായിട്ട് കളിക്കാം, എന്നിട്ട് 180-200 എന്ന സ്കോർ നോക്കാമെന്നൊക്കെ. പക്ഷേ സിംബാബ്വെ അവരുടെ ഗെയിം പ്ലാനിൽ സ്റ്റക്ക് ഓൺ ചെയ്തു. ബെന്നറ്റ് അവസാനം വരെ നോക്കുവാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു റണ്ണബോൾ ഇന്നിങ്സ് ആണ് കളിച്ചത്. റാസ വന്ന് ലാസ്റ്റ് ഒരു ക്യാമിയോയും കൂടി ചെയ്ത് കഴിഞ്ഞാണ് ഈ സ്കോർ 169 വന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വിക്കറ്റ് കയ്യിലുണ്ടെന്ന് പറഞ്ഞ എല്ലാ ബോളും സ്ലോഗ് ചെയ്യാൻ നോക്കി. അവരൊരു കൊളാപ്സിലേക്ക് പോയില്ല. അവർ ഡീസെന്റ് ആയിട്ടുള്ള ഒരു 169 എന്ന സ്കോർ അവർ പോസ്റ്റ് ചെയ്തു. ഓസ്ട്രേലിയക്ക് ടാർഗറ്റ് കൊടുത്തു. 170 എന്ന ടാർഗറ്റ് ചേസ് ചെയ്യാനെത്തിയ ഓസ്ട്രേലിയക്ക് നേരിടേണ്ടി വന്നത് മുസറബാനിയുടെയും എവൻസിന്റെയും ഒരു കിഡിലൻ ഓപ്പണിംഗ് സ്പെല്ലാണ്. ആദ്യം തന്നെ ഇഗ്ലിസിനെ ഷോർട്ട് ബോൾ എറിഞ്ഞ് ലെഗ് സൈഡിൽ ട്രാപ്പ് ചെയ്ത് മുസറബാനി തിരിച്ച് പവലിയനിലേക്ക് അയച്ചു. 1 ഡൗൺ വന്ന ഗ്രീനിനെ പച്ചവിടാൻ എവൻസും വിട്ടില്ല. ഡക്കിൽ തന്നെ തിരിച്ച് പുള്ളിയും പവലിയനിലേക്ക് അയച്ചു. പിന്നെ ടിം ഡേവിഡ് വന്നു, അദ്ദേഹത്തിനെയും ഷോർട്ട് ബോളിംഗ് കൊണ്ട് മുസറബാനി തിരിച്ച് പവലിയനിലേക്ക് അയച്ചു. അത് കഴിഞ്ഞപ്പോൾ എവൻസ് വന്നിട്ട് ഹെഡിന്റെ തലയെടുത്തു. ഇതോടെ ഓസ്ട്രേലിയയുടെ സ്കോർ 6 ഓവറിൽ 29-4. ഓസ്ട്രേലിയയുടെ നട്ടെല്ല് തന്നെ ഈ 2 ബോളേഴ്സും കൂടി എറിഞ്ഞൊടിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പവർ പ്ലേ കഴിഞ്ഞ് മാക്സ്വെല്ലും റൺഷോയും കൂടി ഓസ്ട്രേലിയയുടെ ഇന്നിംഗ്സ് കുറച്ചൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്തു. മാക്സ്വെൽ നമ്മൾ ഇതേവരെ കാണാത്ത പോലത്തെ 32 ബോളിൽ 31 റൺസിന്റെ ഒരു സെൻസിബിൾ ഇന്നിംഗ്സ് ഒക്കെയാണ് കളിച്ചത്. പക്ഷെ മാക്സ്വെൽ ഔട്ടായി കഴിഞ്ഞ് സിംബാബ്വെയുടെയും വിന്നിന്റെയും നടുക്ക് നിന്നിരുന്നത് റൺഷോയാണ്. റൺഷോ 65 റൺസ് ഈ കളിയിലെടുത്തു. അടിപൊളി ഇന്നിംഗ്സ് ആയിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നിടത്തോളം നമുക്ക് തോന്നി ഒരുപക്ഷെ ഓസ്ട്രേലിയയെ പുള്ളി ഈ കളി ജയിപ്പിച്ചേക്കാമെന്ന്. പക്ഷേ അപ്പോഴേക്കും സിംബാബ്വെ അവരുടെ ട്രംപ് കാർഡിനെ തിരിച്ചു വിളിച്ചു. മുസറബാനി വന്നു, റൺഷോയുടെ വിക്കറ്റ് എടുത്തു, ആദം സാംബയുടെ വിക്കറ്റ് എടുത്തു. ഈ കളിയിൽ അദ്ദേഹം 4 ഓവറിൽ 17 റൺസ് മാത്രം നൽകി 4 വിക്കറ്റ് എടുത്ത് സിംബാബ്വെനെ ഈ കളി ജയിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ടു ബി ഓണസ്റ്റ്, ദിസ് വാസ് ഇൻ ദ ഫ്ലൂക്ക്. സിംബാബ്വെ ഓസ്ട്രേലിയനെ ഔട്ട് ബാറ്റ് ചെയ്തു, ഔട്ട് ബോൾ ചെയ്തു, ഔട്ട് പെർഫോം ചെയ്തു. ഓൺ മെറിറ്റിൽ 2 പോയിന്റുമായിട്ട് വീട്ടിൽ പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ബി ഇപ്പൊ മൊത്തത്തിൽ ഓണായി. സോ ശ്രീലങ്ക, ഓസ്ട്രേലിയ, സിംബാബ്വെയിൽ ഏത് 2 ടീമാണ് ക്വാളിഫൈ ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.